നിങ്ങളുടെ ഔട്ട്ഫിറ്റുകളെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത് കേൾക്കാതെ പോകരുത്. ദി റൂൾ ഓഫ് തേർഡ്സ് എന്താണ് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ നെക്കിന്റെ താഴെ മുതൽ ആങ്കിൾ വരെയുള്ള ലൈൻ വരച്ചാൽ എന്നിട്ട് അതിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഏറ്റവും മുകളിലുള്ള ഒരു പാർട്ടിൽ ഒതുങ്ങി നിൽക്കണം നിങ്ങളുടെ ടോപ്പ് വെയർ, അതായത് ഷർട്ട്സ്, ടീഷർട്ട്സ്, ബ്ലൗസസ് ഒക്കെ. അതുപോലെ തന്നെ താഴെയുള്ള 2 പാർട്സിൽ ഒതുങ്ങി നിൽക്കണം നിങ്ങളുടെ ബോട്ടം വെയർ, അതായത് പാന്റ്സ്, സ്കേർട്ട്സ്, ജീൻസ്, ലെഗിങ്സ് എക്സെട്ര. ഈ ഗോൾഡൻ റേഷ്യോ ഫോളോ ചെയ്താൽ വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. അപ്പർ ബോഡിക്ക് നീളം കുറവുള്ളവർക്ക് ഈ റൂൾ ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നീളം കൂടുതലുള്ളവർ ഈ റൂൾ എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ റൂൾ ഫോളോ ചെയ്യാതെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ ഓർ മീഡിയം റൈസ് ബോട്ടം വെയർ, ഒപ്പം അതിനോട് ചേർന്ന് പോകുന്ന നീളം കുറഞ്ഞ ടോപ്പ് വെയർ ചൂസ് ചെയ്യുക. അപ്പോൾ ആ റൂൾ ഓഫ് തേർഡ്സിന്റെ പ്രൊപ്പോർഷൻസ് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ തലകുത്തി എന്ന് എന്തെല്ലാം റൂൾസ് പഠിച്ചാലും ഫാഷൻ ആൻഡ് സ്റ്റൈൽ എപ്പോഴും സബ്ജക്റ്റീവ് ആണ്. എന്ന് വെച്ച് റൂൾസ് പഠിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ